നമസ്തേ. ശരീരം ശുദ്ധി ചെയ്യാനുള്ള വാശിയോഗത്തിൽ ശരീരഭാഗങ്ങളെ പറയാം. 1 ഇടതുപാദ വിരലുകൾ, 2 വിരലുകളുടെ കഴുത്ത്, 3 പാദത്തിന്റെ അടിവശം മുൻപ്, 4 അടിവശം നടുവിൽ, 5 അടിവശം പിന്നിൽ, 6 പാദത്തിന്റെ ഇടതുവശം, 7 പാദത്തിന്റെ വലതുവശം, 8 ഉപ്പൂറ്റിയുടെ മേൽവശം, 9 പാദത്തിന്റെ മേൽവശം, 10 കണങ്കാല്, 11 എല്ലുകളുടെ ബന്ധം, 12 കാൽമസിൽ, 13 അസ്ഥി, 14 അസ്ഥിക്കുള്ളിലെ മജ്ജ, 15 കാൽമുട്ട്, 16 മുറ്റിനുള്ള ബന്ധങ്ങളും പേശികളും, 17 തുട മാംസഭാഗം. ഇങ്ങനെ 160 സ്ഥാനങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ വാശിയോഗം എന്നുള്ള പുസ്തകത്തിൽ തന്നെ പഠിക്കണം. സ്ത്രീകൾക്ക് 70 മുമ്പ് അണ്ഡകോശം, ഇടത് വലത് അണ്ഡനാടികൾ, ഗർഭപാത്രം, അനുബന്ധ അവയവങ്ങളിനെയും കൂടി ചേർത്ത് വാശിയോഗം ചെയ്യും. അപ്പോ പാദം മുതൽ ശരീരത്തിലെ 160 സ്ഥാനങ്ങളെ ശ്രദ്ധിച്ചാണ് വാശിയോഗം ചെയ്യും. ഇങ്ങനെ 160 സ്ഥാനങ്ങളിലോ അതിലധികം സ്ഥാനങ്ങളിലോ ചിന്തിച്ച് 5 തവണ വീതം വളരെ വേഗത്തിലുള്ള വാശിയോഗം ചെയ്യണം. അപ്പോൾ ഒറ്റ ഇരിപ്പിന് 800 തവണ വാശിയോഗം ചെയ്യും. ഈ വിധം 3 മാസം കൊണ്ട് തന്നെ ശരീരം ശുദ്ധമായി തീരും. പല രോഗങ്ങളും മാറും. ഇനി വാശിയോഗം 2ാം ഘട്ടം. ശരീരം ശുദ്ധി ചെയ്യുന്ന വാശി പ്രാണായാമമാണ് മുൻപ് പറഞ്ഞത്. ബന്ധങ്ങളും മുദ്രകളും ഓം പ്രാണായാമം പരിശീലിക്കാത്ത ഒരാൾക്കും ഈ ഘട്ടം വാശി പ്രാണായാമം പഠിപ്പിച്ചു കൊടുക്കാൻ പാടുള്ളൂ. സാധകന തിരക്കുണ്ടാകും. എല്ലാം 1 മിനിറ്റ് കൊണ്ട് പഠിച്ചു കൊള്ളാമെന്ന്. ഇവയെല്ലാം ശരിയായി അഭ്യസിക്കുന്ന ശരിയായ യോഗാഭ്യാസം കൂടി വേണം. കുംഭക്രിയ 8:16, 8, 8:24, 12, 8:32, 16 എന്നിങ്ങനെ കൂട്ടി 16, 64, 32 എന്ന നിലയിൽ ചെയ്യാൻ കഴിയും. വാശി പ്രാണായാമം 3ാം ഘട്ടം. പിന്നീട് വായ തുറന്ന് മൂലാധാരത്തിൽ നിന്നും വായ എന്ന് ഉജ്ജായി പ്രാണായാമ രീതിയിൽ ശ്വാസം സാവധാനം സുഷുമ്നയിലൂടെ എടുത്ത് തലച്ചോറിനകത്ത് നെറുകയിൽ സഹസ്രാരപത്മത്തിലേക്ക് എത്തിച്ച് കുറച്ചു നേരം പിടിച്ച് ഷീ എന്ന ശീത്കാരി പ്രാണായാമം ഇതിൽ ശ്വാസം സാവധാനം വയറ്റിലുള്ള ശ്വാസം മുഴുവൻ പോകുന്നതുവരെ ഷീ എന്ന ശബ്ദം ഉണ്ടാക്കി വിടും. വീണ്ടും മൂലാധാരത്തിൽ തുടങ്ങും. 16, 64, 32 എന്ന അളവിലോ 32, 64, 32 എന്ന അളവിലോ ചെയ്ത് പരിശീലിക്കണം. 108 തവണയോ അതിൽ കൂടുതൽ സൗകര്യമുള്ളത്ര തവണയോ ഓരോ തവണയും ചെയ്യണം. അല്ലെങ്കിൽ 24, 48, 72, 96, 120 മിനിറ്റ് വീതം ചെയ്യണം. അങ്ങനെ 4 തവണ ഒരു ദിവസം ചെയ്ത് പരിശീലിക്കണം. മാസങ്ങളോളം പരിശീലിക്കണം. വാശി പ്രാണായാമം 4ാം ഘട്ടം. വാശി പ്രാണായാമത്തിന്റെ അടുത്ത പടിയിൽ പറയാം. ഉദ്യാനബന്ധം, ജാലന്ധരബന്ധം, മൂലബന്ധം എന്നിവ ചേർന്ന മഹാബന്ധം, മഹാമുദ്ര, ഇവയുടെ ഭേദങ്ങൾ എന്നിവ നന്നായി പരിശീലിക്കണം. കുറെ നേരം ഈ ബന്ധങ്ങളിൽ ഇരിക്കാൻ കഴിയണം. പിന്നീട് ശക്തിചാലന മുദ്ര പരിശീലിക്കണം. ഷൺമുഖി മുദ്ര, നവമുഖി മുദ്ര എന്നിവ വളരെ ശ്രദ്ധയോടെ വളരെ കാലം പരിശീലിച്ചുകൊണ്ടേയിരിക്കണം. വാശിയോഗത്തിന് 2ാം ഘട്ടവും 3ാം ഘട്ടവും നന്നായി പരിശീലിക്കണം. ഇതിന് തുടർച്ചയായി വേണം അടുത്ത ഘട്ടം ചെയ്യാൻ. മൂലാധാരത്തിലെ ചക്രവും അതിലെ താമരയും അവിടുത്തെ നട്ടിച്ച സൂര്യന്റെ പ്രകാശമുള്ള ശിവലിംഗത്തെയും ശിവലിംഗത്തിൽ 3 ചുറ്റിൽ കിടക്കുന്ന സ്വർണ്ണപ്രകാശത്തോടുകൂടിയ കുണ്ടലിനെയും ശ്രദ്ധിച്ച് ശ്വാസം മുഴുവനും വിട്ട് മൂലബന്ധം പലതവണ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നീട് ബാഹ്യകുംഭത്തിൽ പൂർണ്ണമായി ഇരുന്ന് മൂലബന്ധം ചെയ്ത് വായ തുറന്ന് വായുന്ന ഊർധമുഖമായി ഉജ്ജായി പ്രാണായാമത്തിൽ കുണ്ടലിനിയെ സൂര്യപ്രഭയോടും സ്വർണ്ണപ്രഭയോടും കൂടി മൂലാധാരത്തിൽ നിന്നും സുഷുമ്നയിലൂടെ സാവധാനം എല്ലാ ചക്രങ്ങളെയും ശ്രദ്ധിച്ച് വലിച്ചു കയറ്റണം. സഹസ്രാരത്തിലെത്തിയാൽ അന്തർകുംഭത്തിൽ മൂലബന്ധം ചെയ്ത് മഹാമുദ്രയിലിരുന്ന് ബ്രഹ്മരന്ധ്രത്തിൽ ശ്രദ്ധിച്ച് സഹസ്രാരത്തിൽ താമരയും അവിടുത്തെ പാൽക്കടലിനെയും അവിടെയുള്ള പൂർണ്ണചന്ദ്രനെയും അവിടെയുള്ള ശിവരൂപത്തെയും ധ്യാനിച്ച് കുണ്ടലിനെ ശിവനിലേക്ക് ലയിക്കുന്നതായി വിചാരിച്ച് അവിടേക്ക് കണ്ണും വെച്ച് ഷീ എന്ന് സാവധാനം വിചാരിച്ചും ചെയ്യണം. പൂർണ്ണമായും ശ്വാസം വിടും. ഇങ്ങനെ ബാഹ്യ കുംഭകത്തിലിരുന്ന് അവിടെ മനസ്സുകൊണ്ട് നോക്കണം. മഹാബന്ധത്തിലിരിക്കണം. വീണ്ടും മനസ്സ് മൂലാധാരത്തിൽ കൊണ്ടുവന്ന് 2ൽ പറഞ്ഞ എല്ലാം ശ്രദ്ധിച്ച് മൂലബന്ധം ചെയ്ത് വാ എന്ന് ശ്വാസം സാവധാനം സുഷുമ്നയിലൂടെ എടുക്കണം. ഈ ക്രിയ 54, 108, 336 എന്നിങ്ങനെ സൗകര്യമായി ചെയ്ത് അവസാനം കുണ്ടലിനി സഹസ്രാരത്തിൽ ലയിക്കുന്നത് നോക്കിയിരിക്കുക. അവിടെ പൂർണ്ണമായി ലയിച്ചങ്ങിരിക്കണം. പിന്നീട് നവമുഖി മുദ്രയിൽ സഹസ്രാരത്തിൽ നോക്കിയിട്ടിരിക്കണം. ചുരുങ്ങിയത് 5 മിനിറ്റ്. വാശി പ്രാണായാമമാണ് സിദ്ധദേഹത്തിനുള്ള വഴി. ഭദ്രദേഹത്തിനുള്ള വഴിയും ഇത് തന്നെ. ദിവ്യദേഹത്തിനുള്ള വഴിയും ഇത് മാത്രമാണ്. ശരീരം അനേകം മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നു.
സുഗന്ധം വമിക്കാൻ തുടങ്ങും, സ്വർണ്ണപ്രകാശത്തോടെ തിളങ്ങും, എല്ലാ രോഗവും മാറും, ദീർഘായുസാകും. എല്ലാ പ്രാണായാമങ്ങളും വാശിയും ചെയ്താൽ കൂടുതൽ സമയം കണ്ടെത്താനാവും. വായെന്നെടുത്ത് കുംഭം ചെയ്ത് ഷീ എന്ന് വിടണം. എല്ലാ ദീർഘമായ പ്രാണായാമങ്ങളിലും കുംഭത്തിലും വാശി ഗുണം ചെയ്യും. ഇങ്ങനെ പരിശീലിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഈ വാശി യോഗം ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉപകാരമായിട്ടുള്ള കാര്യം. കാരണം ഇത് ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. കടുത്ത പരിശീലനവും ആണ് ഇതിൽ ആവശ്യം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.